എന്റെ മകൻ നല്ലവണ്ണം പഠിക്കണം. ജനിക്കുമ്പോൾ തന്നെ ആരും IAS ആകുന്നില്ല, ആരും ഡോക്ടറും എഞ്ചിനീയറും ആകുന്നില്ല. അതൊരു വളർത്തലാണ്. അതെന്താണ്? പല മാതാപിതാക്കൾക്കും സ്കൂളിൽ പഠിക്കുന്ന കുട്ടി 5-ലാണോ 6-ലാണോ 7-ലാണോ എന്നുപോലും അറിയാത്തവർ ഈ 2024 സമൂഹത്തിലുണ്ട്. ആലോചിച്ചു നോക്കൂ, അതുപോലും അറിയില്ല. 3 മക്കളാ ഉള്ളത്. വലിയവൻ ഏത് ക്ലാസ്സിലാ? 6-ലാ 7-ലാ? അറിയൂല. ബാപ്പക്ക് അറിയൂല. ബാപ്പ വഴിക്കന്നെ വരൂല. മക്കളെ കുറിച്ച് അന്വേഷിക്കുകയേയില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, എത്ര പ്രണയ നൈരാശ കൊലപാതകങ്ങളാണ് സമൂഹത്തിൽ നടക്കുന്നത്. 5 ദിവസം മുൻപാണ് നടന്നത്. താമരശ്ശേരിയിലുള്ള 2 ചെറുപ്പക്കാർ, ഒന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ബാലുശ്ശേരിയിലുള്ള ഒരു വീട്ടിൽ ഒരാഴ്ചയോളമായി അവർ തൂങ്ങി മരിച്ച് അവിടെ നിന്ന് ദുർഗന്ധം വമിക്കുന്നത് ആളുകൾക്ക് അനുഭവപ്പെട്ടപ്പോഴാണ് അന്വേഷിച്ചത്. ആ മരണപ്പെട്ടതിൽ ഒന്ന് 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. നമുക്ക് 13 വയസ്സുള്ള പെൺകുട്ടികളില്ലേ? നമുക്ക് 15 വയസ്സുള്ളവരില്ലേ? നമുക്ക് 17 വയസ്സുള്ളവരില്ലേ? അവർ പഠിക്കുന്ന സ്ഥാപനങ്ങളില്ലേ? അവിടെ നമ്മൾ അറിയുന്ന അധ്യാപകരില്ലേ? ആളുകൾ കാണും, സലാം പറയും, പിരിഞ്ഞുപോകും. എല്ലാവരുടെയും ധാരണ ഞങ്ങളുടെ മക്കൾ വളരെ ഉഷാറാണ് എന്നതാണ്. ഒന്ന് ചോദിച്ചാൽ, ഒന്ന് സലാം പറഞ്ഞ് എന്റെ മകൾ എങ്ങനെയുണ്ട്, എന്റെ മകൻ എങ്ങനെയുണ്ട് എന്നൊരു 2 ചോദ്യം ചോദിച്ചിരുന്നുവെങ്കിൽ എന്നാഗ്രഹിക്കുന്നവ എത്ര അധ്യാപക സമൂഹത്തിലുണ്ട്? ചോദിക്കൂല, പറയൂല, അന്വേഷിക്കൂല. അത് കുറവാണ്. അവസാനം തൂങ്ങി മരിച്ചു കഴിയുമ്പോ ആരുടെയെങ്കിലും കൂടെ ചാടിപ്പോയി കഴിഞ്ഞാൽ കരയുന്ന കുറെ ആളുകളുണ്ട്. അതുകൊണ്ട് പഠനത്തെക്കുറിച്ച് വളരെ കൃത്യമായ അന്വേഷണങ്ങൾ നമ്മുടെ മാതാപിതാക്കളുടെ അടുത്തുണ്ടാകേണ്ടതുണ്ട്. ചുരുക്കത്തിൽ നമ്മിൽ നിന്ന് നമ്മുടെ മക്കളിലേക്ക് അനുഭവിക്കുന്ന അവരുടെ കാഴ്ച, അവരുടെ കേൾവി, അവരുടെ അനുഭവം അത് നന്നാകണം.